ഡേറ്റ നമുക്ക് ചുറ്റും എല്ലായിടത്തുമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോഴോ, ഫിറ്റ്നസ് ആപ്പിലൂടെ നിങ്ങളുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യുമ്പോഴോ, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോഴോ എല്ലാം ഡേറ്റ ക്രിയേറ്റ് ആകപ്പെടുന്നുണ്ട്. ഇതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ പോക്കറ്റിലിട്ട് ഒരു കടയിലെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ പോലും ഡേറ്റ ജനറേറ്റ് ആവുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള അൺസ്ട്രക്ചേർഡ് ഡേറ്റയിൽ നിന്ന് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന കമ്പനീസിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനായിട്ട് അവർ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഡേറ്റാ സയൻറ്റിസ്റ്റ് ഇത്തരത്തിലുള്ള അൺസ്ട്രക്ചേർഡ് ഡേറ്റ സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസൈറ്റ്സും പാറ്റേൺസും ഡിറൈവ് ചെയ്യുന്നു. നമുക്ക് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഇൻഗ്രീഡിയൻസ് അറിയാമെങ്കിലും റെസിപ്പി അറിയാതെ നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫുഡിനെ പോലെ നമുക്ക് കരുതാം. ശരിയായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ശരിയായ രീതിയിൽ സ്റ്റെപ്പിൽ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ഉപയോഗമില്ല അല്ലേ. അതുപോലെ തന്നെയാണ് ഡേറ്റയും. നമ്മൾ ആ ഡേറ്റയിലൂടെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലേക്ക് കടന്നുപോയി അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഇൻസൈറ്റ്സും പാറ്റേൺസും ഡെറൈവ് ചെയ്തില്ലെങ്കിൽ അതിനും ഒരു ഗുണവുമില്ല. അവിടെയാണ് ഡേറ്റാ സയൻസിൻ്റെ പഠിച്ച വ്യക്തികളുടെ പ്രസക്തി വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെയും മാത്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി നമ്മളിന്ന് റിയൽ കാണുന്ന വലിയ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നതും ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നതും ഒരു രോഗിക്ക് വരാൻ പോകുന്ന ഡിസീസിനെ കുറിച്ച് ഡോക്ടറിന് സഹായിക്കുന്നതോ അല്ലെങ്കിൽ എന്ത് തന്നെ ആകട്ടെ ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അവർ വെറുതെ ഒരു ഡാറ്റ എടുത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡ് അൽഗോരിതത്തിലൂടെ കടത്തിവിടുക, എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഈ വീഡിയോയിൽ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിൾ വളരെ സിമ്പിളായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ബിസിനസ് അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്ക് ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ once again, I'm Sahir. Welcome to the new video of Edu Learning. സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഡേറ്റാ സയൻസ് എന്താണെന്ന് മനസ്സിലായി. ഡേറ്റയിൽ നിന്ന് പാറ്റേൺസും ഇൻസൈറ്റ്സും ഡിറൈവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പാറ്റേൺസും ഇൻസൈറ്റ്സും ഡിറൈവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയും. ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ ഡേറ്റയിൽ നിന്ന് ഇത്തരത്തിലുള്ള പാറ്റേൺസും ഇൻസൈറ്റ്സും ഡെറൈവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ്. ഇതിനെ നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിൾ നമുക്ക് ഡേറ്റയുടെ യാത്രയായിട്ട് കരുതാം. ഒരു ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത് മുതൽ അതിൽ നിന്ന് പാറ്റേൺസും ഇൻസൈറ്റ്സും ഡിറൈവ് ചെയ്തെടുക്കുന്നത് വരെയുള്ള യാത്ര. ഡേറ്റ സയൻസ് ലൈഫിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആ ഒരു ഡേറ്റ കണ്ടെത്താനും അതിൽ നിന്ന് ഇൻസൈറ്റ്സും പാറ്റേൺസും ഡിറൈവ് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഘടകമാണ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് ഒരു പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തതാണ് ആ പ്രോബ്ലത്തിനായിട്ട് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ഈ കളക്ട് ചെയ്ത ഡേറ്റ പ്രിപ്പയർ ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങളും അതിൽ നിന്ന് ആവശ്യത്തെ കാര്യങ്ങൾ കളയുക, മിസ്സിംഗ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ അത് കളയുക എന്നാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് ഈ പ്രിപ്പയർ ഡേറ്റയിൽ നിന്ന് അനാലിസിസ് നടത്തുക, അനാലിസിസും മോഡലിംഗ് ഒക്കെ ചെയ്യുക. അഞ്ചാമത്തത് അനലൈസ് ചെയ്ത് മോഡൽ ചെയ്ത് കണ്ടുപിടിച്ച ഇൻസൈറ്റ്സ് ഡിപ്ലോയ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിൾ നമ്മൾ പിന്തുടരുന്നതിലൂടെ നമ്മൾ ആദ്യം കണ്ടെത്തിയ പ്രോബ്ലത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലോജിക്കലായിട്ട് സൊല്യൂഷൻ ഘട്ടം ഘട്ടമായിട്ട് മുന്നേറുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. പലരും ചിന്തിക്കുമ്പോൾ ഒരു പ്രോബ്ലം കിട്ടുകഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ പോലെ എന്തിനാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിളിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ചിന്തിക്കാം. നിങ്ങളൊരു വീട് വയ്ക്കുന്നത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളൊരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാതെ വീട് വയ്ക്കുന്നത് പോലെ തന്നെയായിരിക്കും നിങ്ങൾ ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യാതെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഡേറ്റാ സയൻസിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ പ്ലാൻ ഇല്ലാതെ വീട് വെച്ചാൽ എന്താണ്, നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടേക്കാം. അത് ഉപയോഗപ്രദം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഡിസൈൻ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലേ. അത് തന്നെയായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഡേറ്റാ സയൻസിലും സംഭവിക്കുന്നത്. നമുക്ക് ഉദ്ദേശിച്ച ഒരു സൊല്യൂഷൻ തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നതിലൂടെ ടീം മെമ്പേഴ്സിന് തമ്മിൽ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻസൈറ്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിളിലെ ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഡിസ്കവറി എന്ന് പറയും. നമ്മൾ കിട്ടിയ ഡേറ്റയിൽ നിന്ന്
നമുക്ക് ബിസിനസ്സിന് എന്ത് തരത്തിലുള്ള ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ്സിൽ കറൻ്റ്ലി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ ഡേറ്റ വെച്ചിട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ റീറ്റെയിൽ കമ്പനി അവരുടെ സെയിൽസ് കുറഞ്ഞതായിട്ട് കാണുന്നു. സോ ഇതിനായിട്ട് അവർ എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞതെന്നും സെയിൽസ് കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഡേറ്റയിൽ നിന്ന് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു. സോ നമ്മൾ പ്രോബ്ലം കണ്ടെത്തി, ഇനി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി നമുക്ക് അതിൽ നിന്ന് ആ ഡേറ്റയിൽ നിന്ന് എന്ത് സൊല്യൂഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 20% സെയിൽസ് കൂട്ടാനാണോ. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് സംസാരിച്ചിട്ട് അവർക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട്, എത്ര റിസോഴ്സിന് ഇതിലോട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം തരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടിയാണ് ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത്. സോ നമ്മൾ മനസ്സിലാക്കി, ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കി സെയിൽസ് കുറവാണെന്നുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോർ എക്സാമ്പിൾ 30% സെയിൽസ് കുറവാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ 30% സെയിൽസ് കുറയാനുള്ള കാരണം എന്താണെന്നും അതിന് എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ളത് കൃത്യമായിട്ട് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമേ പ്രോബ്ലത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പാടുള്ളൂ. സോ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളുടെ മൈൻഡിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മോഡൽസ് സെലക്ട് ചെയ്യാനും നമുക്ക് ഔട്ട്പുട്ട് കൃത്യമായിട്ട് കണ്ടെത്താനും സാധിക്കും. സോ രണ്ടാമതായിട്ട് ഇതിന് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് വിശ്വസനീയമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈൻ റീറ്റെയിൽ ഷോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓൺലൈൻ റീറ്റെയിൽ ഷോപ്പിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടെന്നും എത്ര കസ്റ്റമേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ പർച്ചേസ് ചെയ്യുന്നതും ഏതൊക്കെ പ്രൊഡക്റ്റാണ് കൂടുതൽ പർച്ചേസ് ചെയ്ത് തുടങ്ങിയുള്ള എല്ലാ ഡേറ്റയും ഓരോ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഓരോ സെർച്ചിൻ്റെയും ഡേറ്റ കാണും. അപ്പോൾ അത്തരത്തിലുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുക. കൂടാതെ നമുക്ക് സെയിൽസ് പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നമുക്ക് വെബ്സൈറ്റിൻ്റെ ട്രാഫിക് ഡേറ്റ എടുക്കാം, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഡേറ്റ എടുക്കാം, ഏത് ലൊക്കേഷൻ ബേസ്ഡ് പർച്ചേസിന് ഡീറ്റെയിൽസ് എടുക്കാം, ഐറ്റം ബേസ്ഡ് പർച്ചേസിന് ഡീറ്റെയിൽസ് എടുക്കാം, സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ എങ്ങനെ കസ്റ്റമേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഡേറ്റ എടുക്കാം. ദെൻ കോമ്പറ്റീറ്റേഴ്സ് ഇതേ സെയിം പ്രൊഡക്ട്സിന് എത്ര പ്രൈസ് ഈടാക്കുന്നുണ്ട്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നിവ നമുക്ക് മനസ്സിലാക്കാനുള്ള ഡേറ്റ കളക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള ഡേറ്റ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരുവിധപ്പെട്ട ഡേറ്റ ബേസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ട്വിറ്ററിൻ്റെ APIയോ സോഷ്യൽ മീഡിയ APIs ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ് സ്ക്രാപ്പ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് എടുക്കാം. ദെൻ നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോട് ഒരു ഫീഡ്ബാക്ക് സർവേ ഒക്കെ നമുക്ക് നടത്താവുന്നതാണ്. സോ ഈ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും കിട്ടുന്നത്. സോ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അൺസ്ട്രക്ചേർഡ് ഡേറ്റ നമുക്ക് ഡേറ്റ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഈ അൺസ്ട്രക്ചേർഡ് ഡേറ്റയിൽ പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കയറി വരാം, മിസ്സിംഗ് വാല്യൂസ് കയറി വരാം, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഡേറ്റ കയറി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ഡേറ്റ മനസ്സിലാക്കുകയും ആ ഡേറ്റയിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നതാണ് തേർഡ് സ്റ്റേജ്. നമുക്ക് ഡേറ്റ ക്ലീൻ ചെയ്യാനായിട്ട് മിസ്സിംഗ് വാല്യൂസിനെ എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ഡേറ്റ് ഇപ്പോൾ ചില ഡേറ്റൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ കിടക്കുന്ന ഡേറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റാം. ചിലപ്പം ചില നമ്പേഴ്സ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ കിടക്കുക നമ്പർ ഫോർമാറ്റിലോട്ട് മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ചില കോളത്തിൽ മിസ്സിംഗ് വാല്യൂസ് കാണും, ആ മിസ്സിംഗ് വാല്യൂസ് നമുക്ക് മാറ്റാം. അതാണെങ്കിൽ വാല്യൂസ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനോ മീഡിയനോ ഒക്കെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു കോൾ എടുക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് മിസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ കാറ്റഗറിയിലുള്ള ബാക്കി പ്രൊഡക്ട്സിൻ്റെ എല്ലാം കൂടെ മീനോ മീഡിയനോ ഒക്കെ എടുത്തിട്ട് ആ പ്രൊഡക്റ്റിന് പ്രൈസിങ് കൊടുക്കാവുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു ഡേറ്റ സയൻസ് ലൈഫ് സൈക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഡേറ്റ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ഡേറ്റ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലും എറർ വരും, നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം എന്നില്ല. സോ ഡേറ്റ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റെപ്പാണ് ഡേറ്റ മോഡലിംഗ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്ത് വൃത്തിയാക്കിയ ഡേറ്റയിൽ നിന്ന് പാറ്റേൺസും ട്രെൻഡ്സും മനസ്സിലാക്കാനാണ് നമ്മൾ ഈ സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ടാണ് നമ്മൾ പല ടൂൾസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡേറ്റയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് എക്സലോ പവർ ബിയോ ടാബ്ലോയോ പൈത്തണോ ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമുക്ക് മെജോറിറ്റി ടെക്നിക്കൽ സ്കിൽസും ആവശ്യം വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് വിഷ്വലൈസേഷൻ മെത്തഡുള്ള ചാർട്ട്സും മാപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ നമുക്ക് ഡേറ്റയെ ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ ലൊക്കേഷൻ അനുസരിച്ചിട്ടോ ഏജ് അനുസരിച്ചിട്ടോ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടോ പ്രൈസിങ് അനുസരിച്ചിട്ടോ നമുക്ക് പ്രൊഡക്റ്റിനെ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോർത്ത് സ്റ്റേജിൽ ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റേജാണ് മോഡൽ ബിൽഡിംഗ്. ഈ സമയത്താണ് നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നാൾ കളക്ട് ചെയ്ത പാസ്റ്റിലെ ഡേറ്റ വെച്ചിട്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം കണ്ടെത്താനോ അതിൽ നിന്ന് ഡിസിഷൻസ് എടുക്കാനോ ഒക്കെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽസ് അല്ലെങ്കിൽ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ കിട്ടിയ ഡേറ്റ അനുസരിച്ച് നമുക്ക് മൾട്ടിപ്പിൾ അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അതിൽ ഏത് അൽഗോരിതത്തിനാണ് കൃത്യമായിട്ടുള്ള അക്യുറസി കിട്ടുക എന്നുള്ളത് നമ്മൾ വാല്യുവേറ്റ് ചെയ്യുക. അക്യുറസി കുറവാണെങ്കിൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് പോലുള്ള മെക്കാനിസംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാരാമീറ്റേഴ്സ് ട്യൂൺ ചെയ്ത് കൊടുക്കുക. ഇവയൊക്കെയാണ് മോഡൽ ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി 3 ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട്: റിഗ്രഷൻ മോഡൽ, ക്ലാസിഫിക്കേഷൻ മോഡൽ, ക്ലസ്റ്ററിംഗ് മോഡൽസ്. നിങ്ങൾക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എഡ്യൂ ലേണിങ്ങിലും വളരെ നോൺ ടെക്നിക്കായിട്ടുള്ള ആൾക്കാർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ പോലും സക്സസ്ഫുള്ളി എഡ്യൂ ലേണിംഗിൽ നിന്നും ഡേറ്റാ സയൻറ്റിസ്റ്റായി പ്ലേസ്ഡ് ആകുന്നുണ്ട്.
സോ നിങ്ങൾക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് സെറ്റ് 9746211123. ആൻഡ് 6th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളൊരു മോഡൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതിരുന്നെങ്കിൽ എത്ര മികച്ച മോഡലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ്, അതിൽ നിന്ന് നമുക്ക് റിയൽ വേൾഡിലുള്ള സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആ മോഡൽ കൊണ്ട് നമ്മൾ ഇത്രയും ചെയ്ത 5 സ്റ്റെപ്പിലും ചെയ്താൽ എഫേർട്ട്, മൾട്ടിപ്പിൾ ആൾക്കാരുടെ എഫേർട്ടിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. അതാണ് 6th സ്റ്റേജ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ടെത്തിയ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ ഈ മോഡലിലൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചു എന്നുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് 6th സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് നമ്മൾ ബിൽഡ് ചെയ്ത മോഡൽ ആപ്പിലോട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സ്റ്റേജിൽ ചെയ്യുന്നു. ദെൻ നമ്മൾ ബിൽഡ് ചെയ്ത പ്ലാറ്റ്ഫോം സൊല്യൂഷൻ സ്കെയിൽ ചെയ്യാനായിട്ട് നമുക്ക് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് AWSോ GCP ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ഡേറ്റയിൽ നിന്ന് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സഹായിക്കുന്ന റിപ്പോർട്ട് കൂടി നമ്മൾ ഈ ഒരു ഫേസിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 6 സ്റ്റേജസ് കഴിഞ്ഞുകൊണ്ടും ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ പണി കഴിയുന്നില്ല. നിരന്തരമായിട്ടുള്ള ഫീഡ്ബാക്കും ഇമ്പ്രൂവ്മെൻറ്റും എക്സിസ്റ്റിംഗ് മോഡലിൽ കൊണ്ടുവന്നാൽ മാത്രമേ ആ മോഡൽ സഫിഷ്യൻറ്റും ആവത്തുള്ളൂ. നമ്മൾ ഒൻസ് ഒരു മോഡൽ ബിൽഡ് ചെയ്താലും പുതിയ ഡേറ്റ ഉപയോഗിച്ചിട്ട് ആ മോഡലിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാലാനുസൃതമായിട്ട് നമ്മൾ ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചിങ് ബിഹേവിയേഴ്സും ചേഞ്ചിങ് പാറ്റേൺസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് വളരാനും ഒരു പ്രോഡക്റ്റിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നൽകാനും ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിന് സാധിക്കത്തുള്ളൂ. ഇനി നമുക്കൊരു റിയൽ ടൈം ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു കോഫി ഷോപ്പ്, അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിളിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അപ്പം ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്ന വൈകുന്നേരത്തെ ഈവനിങ്ങിലുള്ള കഫേയുടെ സെയിൽസ് കുറയുന്നു. സോ അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ പ്രോബ്ലം നമ്മൾ കണ്ടെത്തി. സെക്കൻഡ് വൺ ഡേറ്റ കളക്ഷൻ ആണ്. സോ ഇതിനായിട്ട് നമ്മൾ ക്ലൈമറ്റിൻ്റെ ഡേറ്റ എടുക്കും, കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ എടുക്കും, ഈവൻസിൻ്റെ ഡേറ്റ എടുക്കും, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിൻ്റെ ഡേറ്റ എടുക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. സോ തേർഡ് സ്റ്റേജ് ഡേറ്റ ക്ലീനിങ് ആണ്. ഇവിടെ നമുക്ക് ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ, എല്ലാ ഡേറ്റയും അക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് സ്റ്റേജ് ഡേറ്റ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ ക്ലീൻ ചെയ്ത് ഡേറ്റ അനാലിസിസ് ചെയ്തപ്പോഴാണ് മഴയുള്ള ദിവസങ്ങളിൽ കച്ചവടം കുറവാണ് എന്നുള്ളത്, ബാക്കിയുള്ള ദിവസത്തിനെക്കാട്ടി കുറവാണെന്നുള്ളത് കണ്ടെത്തിയത്. പിന്നെ മഴയും ഇവൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഡേയ്സിനെക്കാട്ടി സെയിൽസ് കൂടുതലാണെന്നുള്ള ഡേറ്റയും നമ്മൾ ഈ അനാലിസിസ് അപ്പോൾ കണ്ടെത്തി. ഫിഫ്ത്ത് സ്റ്റേജാണ് ഡേറ്റ മോഡലിംഗ്. സോ ഈ ഡേറ്റ നമ്മൾ കണ്ടെത്തിയ അനാലിസിസ് നമ്മൾ ഡേറ്റ മോഡലിലൂടെ നമ്മൾ ഏതൊക്കെ ദിവസം സെയിൽസ് കുറവാൻ ചാൻസ് ഉണ്ടെന്നോ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ഡിഫറെൻറ്റ് ഓഫേഴ്സ് റൺ ചെയ്യാനും തുടങ്ങി. ഇപ്പോൾ നമ്മൾ സെയിൽസ് കുറയാൻ സാധ്യതയുള്ള ദിവസങ്ങൾ കണ്ടെത്തുകയും അതിനായിട്ടുള്ള ഓഫേഴ്സ് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സംഭവം ചെയ്തു. ഇനി ഈ കണ്ടെത്തിയ മോഡൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു. കൂടാതെ സൊമാറ്റോ ലിസ്റ്റ് ചെയ്തുള്ള കഫേ ആണെങ്കിൽ സൊമാറ്റോയിൽ ഇത്തരം ദിവസങ്ങളിൽ ഓഫേഴ്സ് റൺ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ദാറ്റ് ഈസ് 6th സ്റ്റേജ്. സോ ഈ 6th സ്റ്റേജിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ ദിവസം കച്ചവടം കിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളിൽ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി കഫേയുടെ കച്ചവടം അടുത്ത 3 മാസമോ 4 മാസം കൊണ്ട് കൂടി. ഇനി നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് മനസ്സിലാക്കി. ഇനി ഓരോ സ്റ്റേജിനും ഡിഫറെൻറ്റ് സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ നമുക്ക് വേണ്ടതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡൊമൈൻ നോളജ്, ബിസിനസ്സിനെ കുറിച്ചുള്ള നോളജും വേണം. സെക്കൻഡ് സ്റ്റേജ് ഡേറ്റ കളക്ഷൻ നമുക്ക് ഡേറ്റാ ബേസ് SQL കുറിച്ചോ പൈതൺ. തേർഡ് സ്റ്റേജ് ആണ് ഡേറ്റ ക്ലീനിങ്. ഡേറ്റ ക്ലീനിങ്ങിന് പാണ്ടാസോ എക്സലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഫോർത്ത് സ്റ്റേജ് ആണ് ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ എക്സ്പ്ലോറേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടാബ്ലോ, പവർ BI, സ്റ്റാറ്റിസ്റ്റിക്സ്, സീബോർഡ്, മാറ്റ്പ്ലോട്ലിപ്പ് പോലുള്ള ടൂൾസ് ഉപയോഗിക്കാം. ഫിഫ്ത്ത് സ്റ്റേജ് ആണ് ഡേറ്റ മോഡലിംഗ്. ഫിഫ്ത്ത് ഡേറ്റ മോഡൽ നമുക്ക് സൈക്കിൾ ലേൺ, ടെൻസർ ഫ്ലോ, കേറാസ് തുടങ്ങിയ ലൈബ്രറീസ്, പൈത്തൺ ലൈബ്രറീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് 6th സ്റ്റേജ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് AWS യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാസ്കോ, ഡോക്കറോ ഒക്കെ യൂസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡേറ്റാ സയൻസ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കി. ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടൊരു എക്സാമ്പിളിലൂടെ എങ്ങനെ ഒരു ഡേറ്റാ സയൻസ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി. അതിന് ഓരോ സ്റ്റേജിലും വേണ്ട സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കി. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോയ്ക്ക് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്